ഓം സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മംഗളം ദിശതു മേ വിനായകോ മംഗളം ദിശതു മേ സരസ്വതി മംഗളം ദിശതു മേ മഹേശ്വരി മംഗളം ദിശതു മേ സദാശിവഃ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മനുഷ്യൻ്റെ കർത്തവ്യങ്ങളിൽ പ്രധാനമായതാണ് പൂർവികന്മാരുടെ വാക്ക് കേൾക്കൽ. ഋഷിമാരുടെ അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമാവും, അവർക്കൊന്നും സംസാരിക്കാനില്ല. വാസ്തവത്തിൽ എവിടെയാണോ പരമശാന്തി അവിടെ മനസ്സ് വച്ച ആളുകളാണ് ഋഷീശ്വരന്മാർ. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന് കൊടുക്കുന്ന ഒരുപദേശം ഭഗവാൻ തന്നെ ഉള്ളിൽ തോന്നുമ്പോൾ അവർ വൈഖരിയായിട്ട് പ്രകാശിപ്പിക്കും. അതാണ് വേദങ്ങളൊക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ളവരെ ഒന്ന് ഓർക്കുക, അവരുടെ വാക്ക് കേൾക്കുക. വേണ്ട പോലെ ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല, അതൊന്ന് കേൾക്കലാണ് അതിന് വലിയൊരു കർത്തവ്യം. വേദസാരമാണ് അവർ പറഞ്ഞു തരുന്നത്. ഭാഗവതത്തെക്കുറിച്ച് പറയുമ്പോഴും പറഞ്ഞില്ലേ, തൽ കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യേന വിദ്യതേ. മനസ്സിന് ശുദ്ധി കിട്ടുക. ശുദ്ധി വന്നാൽ സന്തോഷം. മനസ്സ് അശുദ്ധമായിട്ടുണ്ടെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത, ദുഃഖം. എങ്ങനെയാണ് മനസ്സ് അശുദ്ധമാവണത്? അബദ്ധസഞ്ചാരം ചെയ്യുക, വേണ്ടാത്ത വഴിക്ക് പോവുക. അതിൽ നിന്ന് അതിനെ പിന്തിരിപ്പിച്ച് നല്ല നല്ല ചിന്തകൾ മാത്രം വരുന്നൊരു സ്വഭാവമാക്കി തീർക്കുക. ആളുകൾക്കൊക്കെ ഓരോ ശീലമുണ്ടല്ലോ, 1-2 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്വഭാവമായിട്ട് മാറും. നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് സ്വഭാവമാവും. വേണ്ടാത്ത കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു സ്വഭാവമായിട്ട് മാറും. അതുകൊണ്ട് നന്നാക്കി തീർക്കലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ വേദസാരമാണ് പറഞ്ഞു തരുന്നത് ഋഷിമാർ നമുക്ക് വേണ്ടി. അപ്പോൾ ഋഷി കടം തീർക്കൽ, ഒരു വലിയ കടപ്പാടുണ്ട് അവരോട്, അത് തീർക്കലാണ്. അപ്പോൾ വലിയൊരു കാര്യമാണ് ഭാഗവത ശ്രവണം. ഭാഗവതം എന്നൊക്കെണ്ട വേദമാണെങ്കിലും 5ാമത്തെ വേദമെന്ന് പ്രസിദ്ധമായ പുരാണങ്ങളാണെങ്കിലും, പുരാണങ്ങൾക്കൊക്കെ ഒരു പേരുണ്ട്, 5ാമത്തെ വേദം എന്നാ പറയാം. ആ വേദത്തിനോട് തുല്യ പ്രാമാണ്യം. പുരാണങ്ങളിൽ എന്ത് ചെയ്തു? വേദങ്ങളെ വ്യാഖ്യാനിച്ചു, വിസ്തരിച്ച് പറഞ്ഞു. നന്ന ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്കത് ഗ്രഹിക്കാൻ പറ്റില്ല. 3 പദ വിചക്രമേ വിഷ്ണു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വാമനാവതാരം മുഴുവൻ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഋഷിമാരത് വ്യാഖ്യാനിച്ച് തന്നു. വാമനം ദശ കീർത്തിതം, 10,000 ശ്ലോകം കൊണ്ട് ഒരു പുരാണം തന്നെ അതിനെ പറയാനായിട്ട്. ഇനി അതിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റു പുരാണങ്ങളിൽ ഈ വാമന ചരിത്രങ്ങളൊക്കെ വീണ്ടും പറയും. അങ്ങനെയുള്ള അപ്പോൾ ഋഷിമാർ വേദങ്ങളെ വ്യാഖ്യാനിച്ചു തന്നിരിക്കണം. മനുഷ്യർക്ക് ആദ്യമായിട്ട് ഉള്ള ഉപദേശം തന്നത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ വാക്കുകളാണ് വേദങ്ങൾ. യസ്യ നിശ്വസിതം വേദാഹ. ഒരാളുടെ ഉള്ളിൽ നിന്ന് ശ്വാസവായുക്കൾ പുറത്തു വരുന്ന പോലെ നിഷ്പ്രയാസം നിർഗളിച്ചതാണ് വേദമന്ത്രങ്ങൾ.
അത് എത്രയോ ആയിരക്കണക്കിനുണ്ട്. മാത്രമല്ല പരോക്ഷപ്രിയ ഇവ ഹി ദേവാഹ, പരോക്ഷപ്രിയന്മാരാണ് ദേവന്മാർ. പരോക്ഷം മമച പ്രിയം. ഭഗവാനും പറയുന്നുണ്ട്, പരോക്ഷമായിട്ട് പറയലാണ് നല്ലത്, അതേ ലോകത്തിൽ നിലനിൽക്കുള്ളൂ. പരോക്ഷമായിട്ട് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ആലോചിച്ചാലേ അർത്ഥം മനസ്സിലാവുള്ളൂ. അന്യതാലോചനാമൃതം സാഹിത്യം, അത് ആലോചിച്ച അർത്ഥം മനസ്സിലാവുക. അല്ലാതെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ ശ്രദ്ധിക്കില്ല. അങ്ങനെ ചിന്തിച്ച് അർത്ഥം ഗ്രഹിക്കുമ്പോഴാണ് അത് നമ്മുടെ സ്വഭാവമാവുക, ഉള്ളിൽ നല്ലോണം പതിയും. ആലോചിച്ച അർത്ഥം കണ്ടുപിടിച്ച് അങ്ങനെയുള്ളതൊന്നും നമ്മൾ മറക്കില്ല, അത് ഉള്ളിലങ്ങനെ തങ്ങിക്കിടക്കും. അപ്പോൾ അതുപോലെ വേദങ്ങൾ പരോക്ഷമാണ്, അതിദുർഗ്രഹങ്ങളാണ്. അപ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് കൊടുക്കണം, ഒരു പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിച്ചു. അതാണ് കഥകളാക്കി തീർത്തത്. കഥാനാമ ശാസ്ത്ര ചർച്ച. കഥ കേൾക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു രാജാവ് ഉണ്ടായിരുന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയൽ മാത്രമല്ല, ശാസ്ത്രത്തിനെ പ്രകാശിപ്പിക്കുന്നതാവണം. അതാണ് കഥാനാമ ശാസ്ത്ര ചർച്ച. അത് ഗുരു ശിഷ്യ സംവാദ രൂപത്തിലുള്ള കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരീക്ഷിച്ചുക സംവാദേ വിദുരോദ്ധവ സംവാദേ ഒക്കെ സംവാദമാണ്, ഗുരു ശിഷ്യ രൂപത്തിലുള്ള സംഭാഷണം. അപ്പോൾ അതിൽ യാതൊരു കളങ്കം ഉണ്ടാവില്ല, അത് സാത്വികമായിട്ടിരിക്കും. ആ സാത്വികമായിട്ടുള്ള ചർച്ച അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം വിശേഷിച്ച് മറ്റ് പുരാണങ്ങളിലെ അർത്ഥവാദം കുറച്ച് അധികം ഉണ്ടാവും. വേദത്തിലും അർത്ഥവാദമുണ്ട്. ഏതാണ് അർത്ഥവാദം ഏതാണ് വിധി എന്ന് പോലും ആചാര്യന്മാർക്ക് തീരുമാനിക്കാൻ പറ്റണില്ല. 3 ഭാഗങ്ങളാണല്ലോ വേദങ്ങൾക്കുള്ളത്. കർമ്മമുണ്ട്, ഉപാസനയുണ്ട്, ജ്ഞാനമുണ്ട്. ഈ 3 ഭാഗങ്ങളാണ്. ത്രികാണ്ഡ വിഷയം 3 വിഷയങ്ങളാണ് വേദത്തിൽ പ്രഭാവിച്ചത്. അപ്പോൾ ചില ആളുകൾ ഈ ജ്ഞാനകാണ്ഡത്തെ വേണ്ട പോലെ സ്വീകരിക്കുന്നില്ല. മീമാംസകന്മാർ എന്ന് പറയും, അവർക്ക് കർമ്മകാണ്ഡം മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി ബ്രഹ്മവിദാപ്നോതി പരം. അപ്പോൾ ഇങ്ങനെയുള്ള ജ്ഞാനകാണ്ഡത്തിൽ ഉപനിഷത്തുകളിൽ പറഞ്ഞ വാക്യങ്ങളോ അതിനെന്താ ഗതി? അതൊക്കെ അർത്ഥവാദമാണെന്ന് പറയും. അവർക്ക് കർമ്മം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ വാക്യങ്ങളും അർത്ഥവാദങ്ങൾ. അതിനെ ആളുകൾക്ക് ഒരു ഉത്സാഹം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞ വാക്യങ്ങൾ മാത്രം എന്നാണ് അവർ പറയുക. അപ്പോൾ ഏതാണ് അർത്ഥവാദം, ഏതാണ് വിധിവാക്യം, ഏത് നിഷേധം, ആർക്കാണ് നിഷേധിച്ചേക്കണത്, ആർക്കാണ് വിധിച്ചേക്കണേ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ വിഷമം. അങ്ങനെ ഒരവസ്ഥ വന്നപ്പോഴാണ് വേദമൊക്കെ വിഭജിച്ചൊക്കെ ആക്കി തീർത്താലും പഠിക്കാൻ സൗകര്യത്തിനൊക്കെ വേദങ്ങളും ഓരോ വേദത്തിൻ്റെ ഉപനിഷത്തുകൾ, അതുപോലെ തന്നെ ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങളൊക്കെ വേറെ തിരിച്ചു. ഇതാണ് വ്യാസഭഗവാൻ ചെയ്ത വലിയൊരു കാര്യം. ഇതൊക്കെ വേറെ തിരിച്ചപ്പോൾ പഠിക്കാൻ വളരെ സൗകര്യമായി. രാമായണവും ഭാഗവതവും മറ്റേ ഗണേശപുരാണവും സഹസ്രനാമം ഒക്കെ കൂടിയൊരു പുസ്തകത്തിൽ എഴുതിയാൽ എങ്ങനെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കും? വളരെ വിഷമം. അതിനേക്കാൾ 100 ഇരട്ടി വിഷമമാണ് വേദങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കാൻ. ഏത് ഋക്ക് യജുസ് സാമ മഥർവൊക്കെ. അപ്പോഴാണ് അതൊക്കെ വേർതിരിച്ചു, ഒന്നിച്ചു കൂടി കലർന്ന് കിടന്നേർന്നതിനെയൊക്കെ വേർതിരിച്ചു. അതാണ് വേദവ്യാസ ഭഗവാൻ ചെയ്തത്. 28ാമത്തെ വ്യാസനാണ്. പരാശരൻ്റെ സത്യവരം പുത്രനായിട്ട് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെ ധർമ്മസംസ്ഥാപനത്തിനായിട്ട് രൂപമെടുക്കണം. ഇതാണല്ലോ ഭഗവാൻ ചെയ്യണത്. അപ്പോൾ അങ്ങനെ അത്ര വലിയ കാര്യം വ്യാസഭഗവാൻ ചെയ്തു. പിന്നെ ഇതിൻ്റെ അർത്ഥചിന്തന വരുമ്പോൾ വളരെ സംശയം ഉണ്ടാവും. അതിനാണ് വേദ അർത്ഥചിന്തന വരുമ്പോൾ സംശയമൊക്കെ തീർക്കാനും എല്ലാ മന്ത്രങ്ങളും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, ഒരേ തത്വത്തെയാണ്, അദ്വൈത തത്വത്തെയാണ് പ്രഖ്യാപിക്കണതെന്ന് കാണിക്കാൻ, വ്യക്തമാക്കി തരാൻ വേദാന്ത സൂത്രങ്ങൾ നിർമ്മിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും
ഇതെല്ലാം കഴിഞ്ഞിട്ടും തൃപ്തി വന്നില്ല. അപ്പോഴാണ് പുരാണങ്ങൾ വേദം പോലെ ഭഗവാന്റെ മുഖത്തൊന്നും ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെ വേർതിരിച്ചു. എല്ലാം കൂടിച്ചേർന്നാണ് കിടന്നിരുന്നു. അതിനൊക്കെ വേർതിരിച്ചു. ശൈവമായിട്ടുള്ള, വൈഷ്ണവമായിട്ടുള്ള, ശാക്തേയം, ഇങ്ങനെയൊക്കെ ഉണ്ട് പുരാണങ്ങൾ. അതിനൊക്കെ വേർതിരിച്ച് സാത്വികം, രാജസം, താമസം, ഇങ്ങനെ പല തിരിവാണ്. ഇതൊക്കെ വേദവ്യാസ ഭഗവാൻ ചെയ്തു തന്നു. ഇപ്പം നമുക്ക് യാതൊരു വിഷമമില്ല. ഏത് ഗ്രന്ഥം വേണമെങ്കിലും എടുത്ത് വായിക്കാനായിട്ട് പറ്റും. വേർതിരിച്ച് തന്നു. ഇതിലും വലിയ ഒരു കാര്യമില്ല. അപ്പോഴാണ് അതിൽ വച്ച് വിശേഷമായി ഭാഗവതം ഒരു ശാസ്ത്രം. മറ്റ് പുരാണങ്ങൾക്ക് അങ്ങനെ ശാസ്ത്രം എന്ന് പേരിട്ടില്ല. ശാസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അധികമായിട്ട് പരത്തി പറയാൻ പാടില്ല, നന്ന ചുരുക്കാൻ പാടില്ല. ഗരൗ ഗിരഹ പല്ലവൻ അർത്ഥലാഘവേ എന്നാണ്. അധികം പറഞ്ഞാൽ ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാവാണ്ടാവും. നന്ന ചുരുക്കിയാലും അപൂർവം ചില ആളുകൾക്കേ മനസ്സിലാവുള്ളൂ, ബുദ്ധിമാന്മാർക്ക് മാത്രം. അതാണ്. പല്ലവനവും പാടില്ല, അർത്ഥലാഘവവും പാടില്ല. പല്ലവനം എന്ന് പറഞ്ഞാൽ അധികം പരത്തി പറയൽ, അതാണ്. ഇത് രണ്ടും വാക്യങ്ങൾക്ക് വിഷമാണെന്ന് പറഞ്ഞ് ഗരൗ ഗിരഹ പല്ലവനാർത്ഥലാഘവേ. അതുകൊണ്ട് ഇതൊന്നുമില്ലാതെ ഒന്ന് ചുരുക്കി പറയണം. നന്ന വിസ്തരിക്കാൻ പാടില്ല. 81,000 ശ്ലോകം സ്കന്ദപുരാണത്തിൽ എങ്ങനെ തുടങ്ങിയാൽ അത് ആൾക്കാർ വായിക്കുക പോലും ചെയ്യില്ല, ഇത്രയും വലിയ ഗ്രന്ഥം വരുമ്പോൾ. അപ്പോൾ ഒരു ശാസ്ത്ര രീതിയിലാക്കുക. നന്ന അധികവും പറയണ്ട, എന്നാൽ നന്ന ചുരുക്കുകയും പാടില്ല. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിർമ്മിച്ചതാണ് ശ്രീമദ് ഭാഗവതം. ഏത് പുരാണമെടുത്താലൊക്കെ നൈമിശാരണ്യത്തിൽ വെച്ചാണല്ലോ. സജ്ജനങ്ങൾ ഒന്നിച്ചു കൂടിയാൽ എന്താ ചെയ്യുക? ധർമ്മചിന്ത ചെയ്യും. ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കർത്തവ്യം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊക്കെ വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നല്ലോണം ചിന്തിക്കും. ചിന്തിക്കുമ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ പോരായ്മകളുണ്ടെങ്കിൽ ആ സമയത്ത് തീർക്കാം. അതിനൊക്കെ ഉള്ള ഒരവസരം സജ്ജനങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ സജ്ജനങ്ങൾ വരുമ്പോൾ അവരൊക്കെ ചോദിച്ചാൽ അവർ തീർത്തു തരും. അതിന് വേണ്ടിയിട്ടാണ് എവിടെ സത്സംഗമുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ്റെ കർത്തവ്യം. കർത്തവ്യം എന്നാൽ അവിടെ അല്ല പറയാം, ധർമ്മം എന്നാ പറയാം. സനാതന ധർമ്മം എന്നാ മനുഷ്യൻ്റെ പരമമായിട്ടുള്ള കർത്തവ്യം എന്നർത്ഥം. വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ എന്ന് വർണ്ണിച്ചില്ല. അതിൻ്റെ വ്യാഖ്യാനം വരുമ്പോഴാണ് എന്താണ് ധർമ്മം. എപ്പോഴും ഓർക്കുന്നേ, എപ്പോഴും പറയുന്നേ ഒരു വാക്കാണല്ലോ, ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നൊക്കെ. എന്താ ധർമ്മം? വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ. വേദശാസ്ത്രങ്ങളിൽ നമ്മളുടെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അത് ഒക്കെ ധർമ്മം. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അധർമ്മം. വേദപ്രണീഹിതോ ധർമ്മ ഹ്യധർമ്മ തദ്വിപര്യ. ഭാഗവതത്തിലും അത് തന്നെ വ്യാഖ്യാനിച്ചു തന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഒക്കെ. ഈ ഭാഗവതം അത് തന്നെയല്ലേ. ഒരു ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ 7ാമത്തെ ദിവസം തക്ഷകൻ്റെ കടിയേറ്റ് മരണം എന്ന് ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ദർഭപ്പുല്യമെടുത്ത് ഗംഗാതീരത്തിൽ അത് വിരിച്ച് അവിടെ അങ്ങോട്ട് ഇരുന്നു. മരണം വരെ ഉപവാസം. ഇതാണ് പ്രായോപവേശം. അതിനങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രാജ്യം ഭരിക്കുന്ന രാജാവാണ്. അത് അവസാനം വരെ അതുമിരിക്കാനാണ് ആഗ്രഹിക്കുക. നിഷ്പ്രയാസം അത് ഉപേക്ഷിച്ച് അവിടെ വന്നിരുന്നു. അപ്പോഴേക്കും അസംഖ്യം ഋഷിമാർ അവിടെ എത്തിച്ചേർന്നു. അത്രീഹി വസിഷ്ഠ ച്യവനഃ. ച്യവനനെ അനുസ്മരിച്ചതിനു മുമ്പ് ഇവരൊക്കെ അവിടെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുക. സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ച ആൾക്ക് എല്ലാം അനുഗ്രഹം കൊടുക്കാൻ. എല്ലാവരെയും കണ്ടപ്പോൾ വലിയ സന്തോഷമായി. വലിയ വലിയ ആളുകളാണ്, വലിയ ഋഷീശ്വരന്മാരാണ് വന്നേക്കണേ. മരണസമയത്ത് വേണ്ടപ്പെട്ട ഒരാളെ അടുക്ക കാണണമെങ്കിൽ തന്നെ സുഹൃതം വേണം. എന്നിരിക്കെ നിങ്ങളൊക്കെ ലോകബന്ധുക്കളല്ലേ, ലോകാനുഗ്രഹത്തിന് സഞ്ചരിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങളെ കണ്ടു കഴിഞ്ഞ് വലിയ സന്തോഷം. അലം ഗായത വിഷ്ണുഗാഥാഹ. ഭഗവാന്റെ കഥകൾ പാടി കേൾപ്പിക്കൂ. അത് കേട്ട് കേട്ട് ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കാം. പറഞ്ഞു തരുമെന്ന മാത്രമല്ല, എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും
ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം. രതിപ്രസംഗശ്ച തദാശ്രയേഷു. ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം, ഭക്തന്മാരെ കാണാൻ കഴിയണം, അവരിലും ബഹുമാനം ഉണ്ടാവണം. സത്സംഗത്തിന് അവസരം കിട്ടണം. ഇത് മാത്രമേ ഉള്ളൂ. ഇത് സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അതിനനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പറയും. അപ്പോഴാണ് 7 ദിവസം കൊണ്ട് എന്ത് പറഞ്ഞു കൊടുക്കാനാ? എത്രയെത്ര ശാസ്ത്രങ്ങൾ, അനേക ശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവശ്ച വിഘ്നാഹ. കാലം കുറച്ച് ആ സമയത്ത് തന്നെ പല വിഘ്നങ്ങൾ വരാം. അതുകൊണ്ട് എന്താ വഴി, എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഋഷിമാർക്ക് വിഷമമായി. ഇങ്ങനെ ഒരാൾ ശ്രദ്ധാഭക്തിയോടുകൂടി ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കാനും വയ്യ. എന്താ വേണ്ടേ, എന്ത് പറഞ്ഞു കൊടുക്കണം? ധ്യാനിക്കാൻ പറയണോ, വേദങ്ങൾ ജപിക്കാൻ പറയണോ, മന്ത്രം ജപിക്കാൻ പറയണോ, ഇങ്ങനെ പല ചിന്ത. അപ്പോഴാണ് തത്രാഭവത് ഭഗവാൻ വ്യാസപുത്ര. ആ സമയത്താണ് വലിയൊരു ഗുരുനാഥൻ സാക്ഷാ ഭഗവാൻ തന്നെ മുമ്പിലെത്തിയ പോലെ എത്തിച്ചേരുന്നു ശുഖബ്രഹ്മർഷി അവിടേക്ക് ഗംഗാതീരത്തിൽ. ആൾക്കാരെ ഒന്നിച്ച് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ആ സത്സംഗം എല്ലാവരെയും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് നടക്കുകയാണ് ശുഖബ്രഹ്മർഷി. അദ്ദേഹം എങ്ങനെ നടക്കണു, എന്താ പറഞ്ഞുകൊണ്ട്? പ്രേംണ പഠൻ ഭാഗവതം ശനൈ. വേറെ ഒന്നിലും താല്പര്യമില്ല, ഭാഗവതത്തിൽ മാത്രം. ഭാഗവത മന്ത്രങ്ങളിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നടത്തം. അദ്ദേഹം അങ്ങോട്ട് വന്നു ചേർന്നു. എല്ലാവരും വേണ്ട പോലെ വന്ദിച്ചു. പരീക്ഷിത്തും പാദത്തിൽ നമസ്കരിച്ചു. എത്ര പുണ്യം കൊണ്ടാണ് അങ്ങേ കാണാൻ കഴിഞ്ഞത്. സഗോദോഹന മാത്രം ഹി. ഒരു പശുവിനെ കറക്കണ നേരം കൂടിയാൽ അത്രേ ഒരു ദിക്കിൽ നിൽക്കുള്ളൂ. അങ്ങനെയുള്ള ആളെ അനുഗ്രഹിക്കാനായിട്ട് യാതൊരു സമയവ്യവസ്ഥയും നോക്കാതെ എത്തിച്ചേർന്നല്ലോ. വലിയ സന്തോഷം. പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ്യ സർവഥാ യശ്രോതവ്യമഥോ ജപ്യം യൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ യദ്ധി ഭൂയാ വിപര്യം. എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചു. അതാണ് എവിടെ ആൾക്കാർ കൂടിയാലും ഇതേ ചോദിക്കാറുള്ളൂ, സത്സംഗത്തിൽ. അപ്പോൾ വേറെ എല്ലാം ചോദിക്കാം, വേണമെങ്കിൽ അവിടെ ചോദിക്കേണ്ടത് അങ്ങനെയല്ല. എനിക്കിങ്ങനെ ഒരു ശാപം കിട്ടി, അതിൽ നിന്ന് മോചനം നേടാനുള്ളൊരു മാർഗം ഗുരുനാഥ ഉപദേശിച്ചു തരണേ എന്നാണ് പറയേണ്ടത്. അത് പറഞ്ഞേ ഇല്ല, അങ്ങനെ ചോദ്യമേ ചോദിച്ചില്ല. പ്രധാനമായിട്ട് അവിടെ ചോദിക്കേണ്ട ചോദ്യം അതാണ്, പക്ഷേ ആ കാര്യം ചോദിച്ചില്ല. എന്താ അപ്പം അതിനെന്ത് മനസ്സിലാക്കണം? ശാപം കിട്ടിയെന്നൊക്കെ പറഞ്ഞത് അതൊരു കഥാരൂപത്തിൽ പറഞ്ഞതാണ്. ഇദ്ദേഹത്തിന് അത്രയും വിരക്തി വന്നു എന്ന് കാണിക്കാൻ. മരണത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റ് വിഷയങ്ങളിലൊന്നും ആസക്തി ഉണ്ടാവില്ല. അപ്പം അദ്ദേഹത്തിന്, പരീക്ഷത്തിന് കൃഷ്ണകഥ കേൾക്കാൻ അത്ര താല്പര്യമുണ്ടെന്ന് പറയണമെങ്കിൽ ഈ മരണം 7-ാം ദിവസം എന്ന് ശാപം കിട്ടിയെന്നും പറഞ്ഞാൽ മാത്രമേ അത് ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു വഴിക്കും 100 തവണ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം വിരക്തനായി എത്ര വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താ വിരക്തി എന്ന് മനസ്സാവില്ല. പക്ഷെ ഇത് കേട്ടപ്പോൾ നല്ലോണം മനസ്സിലായി, വേറൊന്നിലും താല്പര്യമില്ല ഇതിൽ നിന്ന്. അങ്ങനെയുള്ളപ്പോഴാണ് അപ്പം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ ഭാഗവതം മുഴുവൻ. ഈ പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം പറഞ്ഞു തരാം. അങ്ങയുടെ ചോദ്യം നല്ല ഉചിതമായിട്ടുണ്ട്. എല്ലാവരും ശ്ലാഘിക്കുന്നതാണ് ഈ ചോദ്യം, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്ന ശുഖബ്രഹ്മർഷി. വരീയാനേഷത്തെ പ്രശ്നമാണ് 2-ാം സ്കന്ധം ആരംഭിക്കുന്ന ശുഖബ്രഹ്മർഷിയുടെ വാക്ക്. അങ്ങനെ അതുപദേശിച്ചു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം പറഞ്ഞു തരുന്ന തത്വങ്ങൾ, ഉൽപ്പത്തി സ്ഥിതി നാശങ്ങൾ മുഴുവൻ, പാതാളം മുതൽ സത്യലോകം വരെയുള്ളത് എല്ലാം പറഞ്ഞു തരണം. അവിടെ ജീവിക്കുന്ന ജീവികൾ എല്ലാവരുടെയും സാമാന്യമായിട്ടുള്ള ഒരു ധർമ്മം, വിശേഷമായിട്ടുള്ള ധർമ്മം എല്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ചോദ്യമുണ്ട്. 2-ാം സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ പ്രശ്നവിധി. ചോദ്യം എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര് തന്നെ. എല്ലാ അധ്യായത്തിനും ഓരോ പേരുണ്ട്. അതിൽ ഈ അധ്യായത്തിൻ്റെ പേര് പ്രശ്നവിധി.
ധർമ്മ കൃച്ഛ്രേഷു ജീവതാം. വല്ലാതെ ദുഃഖിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്താ ഗതി, അവർക്ക് ശരിയായിട്ടുള്ള അവരെങ്ങനെയാണ് ദുഃഖത്തെ തരണം ചെയ്തത്? പലർക്കും പല ദുഃഖം വന്നിട്ടുണ്ടാവും, അതിനെങ്ങനെ തരണം ചെയ്തു എന്നാണ്. അതൊക്കെ പറഞ്ഞു തരുന്ന അങ്ങനെ ക്രമത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് 9ാമത്തെ സ്കന്ധം വന്നു ചേർന്ന്. സ്കന്ധത്തിനും പേരുണ്ട്, ഓരോ സ്കന്ധത്തിനും പേരുണ്ട്. ഈ 9ാം സ്കന്ധത്തിൻ്റെ പേര് ഈശകഥ എന്നാണ്. സതാം ഈശകഥ പ്രോക്താഹ നാനാഖ്യാനോപബൃംഹിതാഹ. എങ്ങനെയാണ് അവർ ദുഃഖത്തെ തരണം ചെയ്തത് എന്ന് പറയലാണ് 9ാം സ്കന്ധം. 24 അധ്യായങ്ങളെ കൊണ്ട് 964 ശ്ലോകങ്ങളെ കൊണ്ട് അതാണ് ചെയ്യുന്നത്. അതിലാ സുദ്യുമ്നൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടുമല്ലോ. ചിലർ ദേവീഭക്തന്മാരാവും, ചിലർ ശിവഭക്തന്മാരാവും, ചിലർ വിഷ്ണുഭക്തന്മാരാവും. ഓരോ ദേവതകളെ ഉപാസിക്കുന്ന ആളാവും. ദേവീഭാഗവത്തിൽ അത് പറഞ്ഞപ്പോൾ ഈ സുദ്യുമ്നന് മാസം പുമാൻസ ഭവിത മാസം സ്ത്രീ തവ ഗോത്രജ എന്ന് മഹാദേവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മാസം സ്ത്രീയായിട്ട് ഒരു മാസം പുരുഷനായിട്ട് എന്നൊക്കെ പുംസ്ത്വം എങ്ങനെ തിരിച്ചു കിട്ടി? ദേവീഭാഗവതം പറയുമ്പോൾ ദേവിയെ ഉപാസിച്ചിട്ട് ദേവിയുടെ അപാര കാരുണ്യം കൊണ്ട് എന്ന് അവിടെ അത് പറയും. വൈഷ്ണവന്മാരാണെങ്കിൽ വിഷ്ണു ഭഗവാനെ ഉപാസിച്ചിട്ടെന്ന് പറയും. ശൈവന്മാരാണെങ്കിൽ ശിവനെ ഉപാസിച്ചിട്ട്. ജ്ഞാനികൾ എന്ത് പറയും? തത്വജ്ഞാനം കൊണ്ട് എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്, പല രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതമായ ചരിത്രം അതാണ് കേട്ടത്. പിന്നെ അവനവൻ്റെ കർത്തവ്യം. പിന്നെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഒന്നിനെയും പേടിക്കാനില്ല. ചെറിയ കുട്ടിക്ക് എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായം, അവർക്ക് എന്ത് ആപത്ത് വന്നാലും അച്ഛനമ്മമാരും നോക്കിക്കോളും. അവർക്കൊന്നും പ്രാർത്ഥിക്കാനും അറിയില്ല, എന്താ ആപത്തൊന്നും അവർക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ അവർ രക്ഷിച്ചോളും. ഇതുപോലെയാണ് ഏകാന്ത ഭക്തന്മാർ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്നും പറഞ്ഞ് തന്നെ അങ്ങോട്ട് ആത്മസമർപ്പണം ചെയ്തു, തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരെല്ലാ കാര്യവും ഭഗവാൻ നോക്കും. അങ്ങനെയാണ് അംബരീഷൻ്റെ രക്ഷയ്ക്കായിട്ടൊക്കെ അവിടെ എത്തിയത്. ഭഗവാൻ എല്ലാം അനുഗ്രഹം കൊടുത്തു. അപ്പോൾ പ്രാർത്ഥിച്ചൊന്നുമില്ല. കൃത്തിക വന്ന സമയത്ത് രക്ഷിക്കണമെന്നൊന്നും പ്രാർത്ഥിച്ച് ആപത്ത് വരണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഭഗവാൻ അത് മനസ്സാക്കി ഭഗവാന്റെ ചക്രം പ്രത്യക്ഷമായി അങ്ങനെ രക്ഷിക്കുകയുണ്ടായത്. അപ്പോൾ ഏകാന്ത ഭക്തനാണ്, മറ്റൊന്നിലും ഭയപ്പെടാണ്ടെന്ന് കാണിക്കാൻ അംബരീഷൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു. അവനവൻ്റെ കൃത്യമായ ധർമ്മം അനുഷ്ഠിച്ചാൽ എല്ലാം നമ്മൾ ചിന്തിക്കാത്ത ശ്രേയസ് പോലും വരും. എന്ത് ധർമ്മം ഞാൻ എൻ്റെ ഇഷ്ടം പോലെ പെരുമാറും എന്ന് പറഞ്ഞ് ധിക്കരിച്ചിട്ടുണ്ടെങ്കിലോ ധർമ്മത്തെ വലിയ അനർത്ഥമായിത്തീരും. അതുകൊണ്ട് സർവ്വതും അവനവൻ്റെ കർത്തവ്യം നിർവഹിക്കലാണ് എന്നൊക്കെ സുകന്യ ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിച്ചുല്ലോ. അവസാനം സുകന്യയ്ക്ക് ഈ ലോകത്തിലെവിടെ അന്വേഷിച്ചിരുന്നാലും ഇത്രയും അനുയോജ്യനായിട്ടുള്ളൊരു പതിയെ കിട്ടില്ല. അങ്ങനെ ഒരാളാക്കി തീർത്തു. അശ്വിനികുമാരന്മാർ വന്ന് അതാണ്. അപ്പോൾ എന്താ അത്? ധർമ്മമനുഷ്ഠിച്ചു. ഞാനല്ലേ തെറ്റ് ചെയ്തത്, അദ്ദേഹം പറഞ്ഞ പ്രായശ്ചിത്തം ഞാൻ ചെയ്തോളാം എന്ന് സുകന്യ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ശിവനെ പരിചരിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ യോഗ്യതകളും ഉള്ള പതിയെ തന്നെ ആയിത്തീർന്നു. അങ്ങനെ എല്ലാ നന്മയും വന്ന ചരിത്രം. ഹരിശ്ചന്ദ്രൻ്റെ ചരിത്രം സ്കന്ദപുരാണത്തിലൊക്കെ കുറേ അധികം അധ്യായങ്ങളിലാണ്. ദേവീഭാഗവത്തിലും 10-18 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു. അതിനെ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ഇവിടെ ചെയ്തു ഒരധ്യായത്തിൽ. അവിചാര്യ എന്ന വക്തവ്യം സുവിചാരിതം. ആലോചിച്ച് പറയാൻ പാടുള്ളൂ, പറഞ്ഞാൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന്. ദേവതകളൊക്കെ തൻ്റെ ഭക്തനെ ഒന്ന് പരീക്ഷിച്ചിട്ടാണ് അനുഗ്രഹങ്ങൾ കൊടുക്കുക. അതില്ലെങ്കിൽ ചിലപ്പോൾ അനുഗ്രഹം കൊടുത്താൽ അത് അനുഭവിക്കാനുള്ള കഴിവുണ്ടാവില്ല. നല്ലോണം പരീക്ഷിച്ച് നോക്കും. ഹരിശ്ചന്ദ്രന് സന്താന സൗഖ്യമില്ലാതെ ഇരുന്നു. വരുണനെ ഉപാസിക്കാൻ പറഞ്ഞു. വരുണനെ ഉപാസിച്ചു, പ്രത്യക്ഷമായി.
എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഒരു സന്താനം ഉണ്ടാവാൻ അനുഗ്രഹിക്കണം. അത് കഴിഞ്ഞപ്പോഴാണ് പരീക്ഷണം. ശരി, അനുഗ്രഹിക്കാം, അതിനെ ബലി തരണം എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. ഭഗവാനെ വംശം നിലനിർത്താനായിട്ട് ഒരു സന്താനം ഉണ്ടാവാനല്ലേ അവിടുത്തെ ഉപാസിച്ചത്, അതിനെ എങ്ങനെയാണ് ബലി തരിക? ഈ പാവത്തെ ഇങ്ങനെ പരീക്ഷിക്കരുത് കേട്ടോ കഠിന വാക്കുകളെ കൊണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതി, സർവ്വാനുഗ്രഹം കിട്ടുക ആ സമയത്ത്. അതങ്ങനെയല്ല, തരാമെന്ന് പറഞ്ഞു. പുത്രനുണ്ടായി. പുത്രജന്മോത്സവം നടക്കുമ്പോൾ വരുണൻ വേഷം മാറി വരുന്നു. അങ്ങ് വാക്ക് പാലിക്കൂ, ആ പുത്രനെ ബലി തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? അയ്യോ, ഇത്ര ചെറിയ കുട്ടി എങ്ങനെ തരുന്നു? പുത്രസ്നേഹം. അങ്ങനെ പറഞ്ഞ് ഓരോ തവണയും വരുമ്പോൾ ഓരോ അവധി പറയും. അവസാനം ഉപനയനം കഴിഞ്ഞ് സമാവർത്തനത്തിൻ്റെയൊക്കെ പ്രായമായി. അപ്പോഴും ഓരോ അവധി പറഞ്ഞാൽ അന്ന് കൃത്യത്തിന് വരുണൻ വരും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തിരിച്ച് പറഞ്ഞയക്കും. അവസാനം പറഞ്ഞു, അയ്യോ എൻ്റെ പുത്രനെ കാണാനില്ലോ, കണ്ടാൽ തരാമായിരുന്നു. വനത്തിലേക്ക് അവിടെ പോയി അന്വേഷിച്ചിട്ട് കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങയ്ക്ക് വലിയ രോഗം വരട്ടെ, മഹോദരം എന്ന് പറഞ്ഞൊരു ഉദര രോഗം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കടുത്ത ഒരു ശിക്ഷ, തെറ്റ് ചെയ്തതിന് ശിക്ഷ കൊടുക്കലിനാണ് ശാപം എന്നുള്ള വാക്ക്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശിക്ഷ കൊടുത്തത്. എത്ര തവണ തെറ്റ് തിരുത്താനൊരവസരമാണ് വരുണൻ കൊടുത്തത്. ഓരോ പ്രാവശ്യം പറഞ്ഞ സമയത്ത് വരണത്. തെറ്റ് തിരുത്തിയില്ല അവസാനം. അപ്പോഴാണ് ഇനി ഇങ്ങനെ ആളുകളെ വഞ്ചിക്കരുത്, അങ്ങനെ കൂടുതൽ വിഷമം വരരുത് എന്ന് വിചാരിച്ച് പറഞ്ഞു. ഇങ്ങനെ ശിക്ഷ കൊടുത്തു പോവുകയും ചെയ്തു. പല ചികിത്സകളും നോക്കി, യാതൊരു ഭേദമില്ല. ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠൻ പറഞ്ഞു, വാക്ക് പാലിച്ചാൽ മാത്രമേ ഇതിന്ന് രക്ഷ കിട്ടുള്ളൂ, വേറെ യാതൊരു മാർഗമില്ല. എന്താ വഴി? അവനെ കണ്ടാൽ ഇപ്പോൾ വേണമെങ്കിൽ ബലി കൊടുക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കാണാനില്ല. പുത്രനെ കൊടുക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ത്രയോദശവിധാഹ പുത്രാഹ എന്നാണ്. പുത്രൻ എന്നുള്ള വാക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. 13 തരത്തിൽ, പലതരത്തിലുണ്ട് പുത്രന്മാർ. ഒരു ദത്തെടുത്ത പുത്രൻ, വിലയ്ക്ക് വാങ്ങിച്ച, അങ്ങനെ പലതരത്തിലുണ്ട്. അങ്ങ് ഒരാളെ വിലയ്ക്ക് വാങ്ങിച്ചോളാൻ പറയും. അങ്ങനെയാണ് ആ ശുനശേപനെ വിലയ്ക്ക് വാങ്ങിച്ച് ബലി കൊടുക്കാൻ നോക്കുക. രാജാവിൻ്റെ ഭൃത്യന്മാരാണ് വന്ന് പുത്രനെ കൊടുക്കാനോ. ഒരാളെ അജീകർത്തന് ഒരു 3 പുത്രന്മാർ, ഒരാളെ അച്ഛന് വലിയ പ്രിയം, ഒരാളെ അമ്മയ്ക്ക്, മധ്യമനെ അത്ര ആർക്കും താല്പര്യമില്ല. മറ്റുള്ളവരെ ലാളിക്കുന്ന പോലെ ലാളിക്കുന്നില്ല. അപ്പോഴാണ് പുത്രനെ കൊടുക്കാനോ എന്ന് ചോദിച്ച് രാജാവിൻ്റെ ആൾക്കാർ വരുന്നത്. അപ്പോൾ എന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഈ വെറുതെ ആർക്കും വേണ്ടാണ്ട് ജീവിക്കുന്നേക്കാളും ഭേദം രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കല്ലേ പോണത്, രാജകുമാരന്മാരൊത്ത് കളിച്ച് അങ്ങനെ കൂടാലോ എന്ന് വിചാരിച്ചു. കൊണ്ടുവന്നത് എവിടേക്കാണ്? വലിയ യജ്ഞശാല, വലിയ തീ, അഗ്നികുണ്ഡത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടുത്തൊരു തൂണുണ്ട്, അതിന് യൂപം എന്ന് പറയും. ബലി കൊടുക്കേണ്ട മൃഗത്തെ കെട്ടിയിടാനുള്ളതാണ്. അവിടെ കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും 5-6 വയസ്സായിട്ടുള്ള ചെറിയ കുട്ടിയാണ്. വല്ലാതെ കരയാണ്, എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വിശ്വാമിത്രൻ അവിടെയുണ്ട്, വിശ്വത്തിൻ്റെ മുഴുവൻ മിത്രമായിട്ടുള്ള ആൾ. ഈ ചെറിയ ബാലനെ ബലി കൊടുക്കരുത്, കൊടുത്താൽ അങ്ങയുടെ രോഗം മാറല്ല ചെയ്യുക, 100 ഇരട്ടിയായിട്ട് തീരും. മറ്റുള്ളവരിൽ ദയ കാണിക്കലാണ് ഭഗവാൻ സന്തോഷിക്കാനും അവനവന് നന്മ വരാൻ ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് കുട്ടിയെ അഴിച്ചുകൊടുക്കുമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അപ്പോഴാണ് അപാര കരുണാമൂർത്തിയായിട്ടുള്ള വിശ്വാമിത്രൻ ശുനശേപന് ചെറിയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. കുറേ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. തത്വായാമി ബ്രഹ്മണാവന്ദമാനസ്തദാശാസ്തേജമാനോ ഹവിർഭിഹി എന്നൊക്കെ കുറേ മന്ത്രമുണ്ട്. അതൊക്കെ ശുനശേപൻ്റെ സ്തുതിയാണ് വേദത്തിലുള്ളത്. ഇത് കേട്ട് സന്തോഷിച്ച് ആ ബലി കൊടുക്കാതെ തന്നെ അനുഗ്രഹമെല്ലാം കൊടുത്തു. ഇത് കണ്ടപ്പോഴാണ് ഹരിശ്ചന്ദ്രനൊരു ബോധം വന്നത്. ഇത് പറഞ്ഞപ്പോൾ കേൾക്കാൻ തോന്നിയില്ലോ. ഇനി എന്ത് വന്നാലും തൻ്റെ ജീവിതത്തിൽ
ഒരിക്കലും വാക്ക് മാറ്റി പറയില്ല, ആലോചിച്ച് പറയുള്ളൂ, പറഞ്ഞാൽ അത് പാലിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഈ കഥയൊക്കെ കേട്ടാലും ഈ കഥയുടെ ശരിക്കും തത്വമൊന്നും പറയണ്ട, അല്ലാതെ തന്നെ ഒരു സ്വഭാവം നമുക്ക് മാറ്റം വരും, മനസ്സിന് ഒരു മാറ്റം വരും. ആ നല്ല കാര്യങ്ങളിൽ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. അത് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഉള്ളിൽ കയറില്ല. വേദങ്ങൾ മനസ്സിലാക്കാനുള്ള വിഷമം പോലെ പുരാണങ്ങളുടെ താല്പര്യം മനസ്സിലാക്കാനും വളരെ വിഷമമാണ്. അങ്ങനെയാണ് ആ കഥയുടെ രീതി. വേദങ്ങൾ അങ്ങനെ ആവുക കാരണം അതേ തരത്തിലേ പറയാൻ പറ്റുള്ളൂ, പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആരുടെ ഉള്ളിലും തങ്ങി നിൽക്കില്ല. അതിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് ആവണം. എന്നാലാണ് ഈ വലിയ വലിയ കാവ്യങ്ങളും നാടകങ്ങളും എത്ര 1000 വർഷം മുമ്പ് എഴുതിയ ഗ്രന്ഥം ഇന്ന് നിലനിൽക്കുക. അതൊക്കെ എന്തുകൊണ്ടാത് ആലോചിച്ചാലേ അർത്ഥം മനസ്സിലാക്കുള്ളൂ, അതാണ്. അപ്പം അങ്ങനെ ഉള്ളതാകുമ്പോൾ നാശം വരില്ല അതിന്. അപ്പോൾ പുരാണങ്ങളും ഇതൊക്കെ ഇന്നും എത്രയോ ഏത് കാലത്താണ് നിർമ്മിച്ചതെന്ന് പോലും കണക്കാക്കാൻ വിഷമം, പക്ഷേ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തൊന്ന് കാലത്തെ അതിജീവിക്കുന്നുവോ അത് വലിയ മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കോളൂ എന്നാണ് അതിന്ന്. അപ്പോൾ ഇതിൻ്റെ കഥയുടെ താല്പര്യം പറഞ്ഞില്ല ആരും വിഷമിക്കണ്ട. കഥ കേൾക്കാൻ കഴിഞ്ഞോ അതിനെ വീണ്ടും വീണ്ടും ശ്രവണം മനനം ചെയ്ത് കഴിയുമ്പോൾ, കുറേ പ്രാവശ്യം കഴിയുമ്പോൾ നമുക്ക് തൃപ്തിയാവുമ്പോൾ, അതുവരെ തൃപ്തിയാവില്ല, എന്താ അങ്ങനെ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ തോന്നും. അറിഞ്ഞ് കഴിയുമ്പോൾ ഈ സംശയങ്ങളെല്ലാം തീരും. അപ്പോൾ ഹരിശ്ചന്ദ്രൻ ചരിത്രം കേൾക്കുമ്പോൾ എന്തു വന്നാലും നമ്മൾ ആലോചിച്ചേ പറയാവൂ, വാക്ക് മാറ്റരുത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ഗുണങ്ങൾ ഓരോ കഥയിലും നമുക്ക് കിട്ടും. അത് വച്ചുകൊണ്ട് തന്നെയാണ് തൽകഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും വേദസാരമാണ് കേട്ടോ. വേദത്തിൻ്റെ സാരം എന്താ? ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യരുത്, വിധി നിഷേധാത്മകോ വേദ എന്നാണ്. അപ്പം ഇങ്ങനെ വലിയ ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ഭാഗമെടുത്ത് ഓരോ ദിവസം എന്നും കുറച്ച് സമയം, അതിന് സ്വാധ്യായം എന്ന് പറയും. ഗുരു ഉപദേശിച്ചെന്ന കാര്യങ്ങളെ നിത്യവും ഒരല്പസമയം അതിനെ മനനം ചെയ്യുക, അതിനാണ് സ്വാധ്യായം. സ്വാധ്യായോധ്യേതവ്യ എന്ന് പ്രത്യേകമായിട്ട് ജൈമിനി മഹർഷി തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു. ആ സ്വാധ്യായം മുടക്കാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമോ, നിങ്ങൾക്ക് എല്ലാ നന്മകളും അതിൽ നിന്നുണ്ടായിക്കോളുന്നതാണ്. അങ്ങനെയൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ അത് പറയലാണ് സജ്ജനങ്ങൾ എങ്ങനെ ദുഃഖം വന്നപ്പോൾ തരണം ചെയ്തു എന്നാണ്. ശരീരമെടുക്കൽ തന്നെ എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കാനാണ്. പ്രാരബ്ധം ആരംഭിച്ചതെന്നർത്ഥം, ആരംഭിക്കപ്പെട്ടത് ആ സഞ്ചിതമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഓരോന്നിൻ്റെ ഫലം അനുഭവിക്കാൻ. ഒരു ചെറിയ വിത്ത് കുഴിച്ചിട്ടാൽ അത് മുളച്ച് വന്ന് വേണ്ട സമയമാകുമ്പോൾ നമ്മൾ കായ ഉണ്ടാവും, പഴമായിത്തീരും. അതുപോലെ സഞ്ചിതമായിട്ട് എത്രയോ കർമ്മങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കണ്ടേ, ആ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയൊക്കെ. അതിനായിട്ട് വെറുതെ അനുഭവിക്കാൻ പറ്റുമോ? ശരീരം വേണ്ടേ അതിനെടുക്കണം ശരീരം. അതാണ് പ്രാരബ്ധം. ആൾക്കാർ പ്രാരാബ്ധം എന്ന് പറയും, അതില്ല, പ്രാരബ്ധമേ ഉള്ളൂ, ആരംഭിച്ചത് എന്ന് അതിനർത്ഥം. അപ്പോൾ അതിന് എടുക്കേണ്ടി വന്നപ്പോൾ അതിനെങ്ങനെ തരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരിക. അപ്പോഴാണ് ഈ അത്ഭുതചരിത്രം വന്ന് ഭഗവാൻ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ, അതായത് കർത്തവ്യം ലോകത്തിന് മനസ്സാക്കി കൊടുക്കാൻ ശരീരം എടുക്കുന്ന ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ആണ് ശ്രീരാമനായിട്ട് അവതരിക്കുന്നത്. ഓരോ അവതാരം ഓരോ രീതിയിലാണ്. നമ്മൾ പല അവതാരങ്ങളും കണ്ടു കഴിഞ്ഞു. ഇത് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയ. ദേവന്മാരൊക്കെ രാവണാദികളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ഭഗവാനോട് ചെന്ന് സങ്കടം പറഞ്ഞു. വലിയ വരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ രാവണൻ. രാവണോ മാനുഷാധന്യൈഹി അവധ്യത്വം. ഒരു മനുഷ്യൻ അല്ലാണ്ട് വേറെ ആരും കൊല്ലാൻ പാടില്ല എന്നാണ്. അപ്പം അങ്ങനെ വരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ പേടിക്കാനില്ല രാക്ഷസന്മാർക്ക്, അവരുടെ ഭക്ഷണമാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ, പിന്നെ പേടിക്കാമല്ലോ.
അങ്ങനെ അഹങ്കാരിയായി ലോകത്തെ മുഴുവൻ ഉപദ്രവിച്ചു. ഭഗവാനെ ചെന്ന് ശരണം പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞു, അഹം ദാശരഥിർഭൂത്വാ ഹനിഷ്യാമി ദശാനനം. ഞാൻ ദശരഥപുത്രനായിട്ട് വന്ന് അവനെ നിഗ്രഹിച്ചോളാം, നിങ്ങളുടെ എല്ലാ വിഷമവും തീർത്തോളാം. ഇതാണ് ഭഗവാൻ ഒന്ന് ആലോചിച്ച് പറഞ്ഞ്. കാരണം ദശരഥന് 3 പത്നിമാരുണ്ടെങ്കിലും ഭാര്യാസ്തിസ്രോപി ലബ്ധ്വാസൗ താസു ലേഭേ എന്ന സന്തതി. അങ്ങനെ വിഷമിച്ചിരിക്കുക. 3 പത്നിമാരുണ്ട്, സന്താന സൗഖ്യമില്ലാതെ തൻ്റെ കാലശേഷം ഈ രാജ്യം ഏൽപ്പിച്ചു കൊടുക്കാൻ ആളില്ല എന്ന് വലിയ ഒരു ദുഃഖം. ബാക്കി എന്തെല്ലാം വിഭവങ്ങളുണ്ടെങ്കിലും ഈ ഒരു വല്ലാത്ത വിഷമം ഇരിക്കുകയാണ്. ഭഗവാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ല ശുദ്ധമാണ്, ഈ ലോകത്തിലൊന്ന് അവതരിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അഹം ദാശരഥിർഭൂത്വാ ഹനിഷ്യാമി ദശാനനം, ദശരഥപുത്രനായിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നാൽ ഒരു തരത്തിലും അല്ല വന്നത്, 4 രൂപത്തിൽ. കർമാണ്യകർത്തുഹു ഗ്രഹണായ പുംസാം. ഭഗവാന് കർമ്മമില്ല, ഒന്നുമില്ല, എന്നാലും കർമ്മം ചെയ്യും. എന്തിനു വേണ്ടി? യദ്യശീർഷണ്യാചരിതം തത്തനുവർത്തതേ ലോകാഹ. വലിയ ആളുകൾ എന്ത് ചെയ്യുന്നു അതിനെ മറ്റുള്ളവർ അനുകരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും മാതൃകയായിട്ട് കർമ്മം ചെയ്യാനാ ഭഗവാന്റെ അവതാരം. അതുകൊണ്ട് 4 രൂപത്തിൽ വന്നു. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയ. എങ്ങനെയാണ് സഹോദരന്മാർ സ്നേഹത്തോടു കൂടി എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെയാണ് വേണ്ടത്? സ്വന്തം അപ്പോൾ സ്വയം ആചരിക്കുകയും ചെയ്യാം. ക്ഷത്രിയനായപ്പോൾ മറ്റുള്ളവരെ കണ്ട് ആചരിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഇതൊക്കെ കൂടി വന്നാണ് 4 രൂപത്തിൽ വന്നത്. അപ്പോൾ ത്യാഗം ആണ്, ത്യാഗം കൊണ്ടാണ് എല്ലാ നന്മയും വരിക. ത്യജിക്കാൻ ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും. നിങ്ങൾ ദാനം ചെയ്യൂ, മറ്റേ ത്യജിക്കൂ എന്ന് ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ആചരിക്കാൻ പറ്റില്ല. ഭഗവാൻ അത് ആചരിച്ച് കാണിച്ചു തന്നു. ഗുരുവർത്ഥേ ത്യക്തരാജ്യ. അങ്ങനെ ഇവരൊക്കെ വളർന്നു വരുന്നു. അപ്പോൾ ആ സമയത്താണല്ലോ ദശരഥന് ഓർമ്മ വന്നു. അതിനുമുമ്പ് പല സംഭവങ്ങളും കഴിഞ്ഞു. ദശരഥന് ഓർമ്മ വന്നു, ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അന്ധരായിട്ടുള്ള ദമ്പതിമാർ, അവർക്ക് ഏകപുത്രൻ അച്ഛനമ്മമാർക്ക് വെള്ളം കൊണ്ടുവരാനായിട്ട് രാത്രി പോകുന്നു. വെള്ളം മുക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ദശരഥനത് ഒരാന വെള്ളം കുടിക്കുകയാണ് എന്ന് തോന്നി. അതിൻ്റെ ശബ്ദമാണ്, തുമ്പിക്കൈയിൽ വെള്ളം എടുക്കണമെന്ന്. ശബ്ദവേദിനം വിഷും വിസസർജാന്ന് കാളിദാസൻ. ശബ്ദം കേട്ട ദിക്കിൽ കൊള്ളുന്ന ഒരു അസ്ത്രം പ്രയോഗിക്കുന്നു. അതൊക്കെ വിനാശകാലേ വിപരീത ബുദ്ധി പോലെ വരിക. കരിവധന്ന കുര്യാത് എന്ന് പ്രത്യേകം നായാട്ടിൽ വിധിയുണ്ട്. കരിയെ കൊല്ലാൻ പാടില്ല, ആനയെ കൊല്ലാൻ പാടില്ല. കരിവധന്ന കുര്യാത്. പക്ഷെ അത് ഓർമ്മ ഒന്നുമില്ല. ആ സമയത്ത് അത് ഓർമ്മ ഒന്നുമില്ല. ആനയാണല്ലോ എന്ന് വിചാരിച്ച് ശബ്ദവേദിയായിട്ടുള്ള അമ്പ് അയക്കുന്നു, ചെന്ന് കൊള്ളുന്നു. അത് ഈ മുനികുമാരൻ്റെ ശരീരത്തിൽ വല്ലാതൊരു ദീനരോദനം കേൾക്കുന്നു. ചെന്ന് നോക്കിപ്പോൾ ഇതാ അവസ്ഥ. പറഞ്ഞു, ഇത് വലിച്ചു ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രാണൻ അപ്പം പോവും. എൻ്റെ അച്ഛനമ്മമാർ അന്ധരാണ്, ഞാൻ വെള്ളം കൊണ്ട് ചെല്ലുന്നത് കാത്തിരിക്കുകയാണെന്നുള്ളു. അതുകൊണ്ട് അവിടെ ചെന്ന് പറയണം ഈ കാര്യം എന്നുള്ളു. അങ്ങനെ ചെന്നു, പുത്രനെയൊക്കെ കൊണ്ടുപോകണു. എന്താ പോയിട്ട് ഇത്രയും താമസിക്കുന്നത്? നിങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പോയിട്ട് ഞങ്ങൾ ദാഹിച്ച് വിഷമിച്ചിരിക്കല്ലേ, എന്താ ഉണ്ണി എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് ഉണ്ണിയല്ല ഞാനാണെന്നും പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. ഞങ്ങളെങ്ങനെ അനാഥരാക്കിയില്ലേ, അങ്ങയ്ക്കും പുത്രനെ പിരിഞ്ഞ് ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് ഒരു ശിക്ഷ, ശാപം കൊടുത്ത്. അന്ന് അത് അനുഗ്രഹമായിരുന്നു. പുത്രനില്ലാത്ത സമയത്താണ് ഈ ശാപം കിട്ടുന്നത്. അപ്പോൾ പുത്രനെ പിരിഞ്ഞിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പുത്രൻ ഉണ്ടാവുമെന്ന് ഉറപ്പാണല്ലോ. അന്ന് അതിൽ സന്തോഷിച്ചെങ്കിലും വയസ്സായപ്പോൾ വാർദ്ധക്യം വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തയായി.
പുത്രനെ പിരിഞ്ഞ് ശരീരം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരു ചിന്ത. ആ ശാപം ഫലിക്കാറായല്ലോ, മഹാത്മാക്കളുടെ വാക്ക് ഒരിക്കലും വെറുതെ ആവില്ല, അത് വരുമോ എന്നൊക്കെ ഒരു വിഷമം. അപ്പോഴാണ് അഭിഷേകം നടത്താം എന്ന് തീരുമാനിക്കുന്നത്. പ്രജകളെയൊക്കെ വിളിച്ചു വരുത്തി അവർ പറഞ്ഞു, ഞാൻ രാമനെ ഇവിടെ അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ രക്ഷിതാവായിട്ട് യുവരാജാവായിട്ട് എന്ന്. എല്ലാവർക്കും സന്തോഷം. അവർ കാത്തിരിക്കുകയാണ് രാമനെ ഒന്ന് അഭിഷേകം ചെയ്ത് കാണാനായിട്ട്. അവരത്രയും സന്തോഷിച്ചപ്പോൾ ദശരഥൻ ചോദിച്ചു, എന്താ എൻ്റെ ഭരണം, ഞാൻ നിങ്ങളെ വേണ്ട പോലെ സംരക്ഷിക്കണില്ല, ഒന്നും ചെയ്യണില്ല, അതുകൊണ്ടാണോ? അതല്ല, പുത്രനുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയും. അപ്പോൾ വലിയ സന്തോഷമായി, 100 ഇരട്ടി സന്തോഷമായി എല്ലാ ഏർപ്പാടും. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വലിയ സന്തോഷമായി. ആ ഉത്സവത്തിൽ പങ്കെടുക്കണം, ഇത് മാത്രം ചിന്ത. എന്നാൽ നാളെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വസിഷ്ഠൻ്റെ അടുക്ക പറയണു, എല്ലാവരും പറയണു, മന്ത്രിമാരുടെ അടുക്കൊക്കെ എല്ലാ ഏർപ്പാടും ചെയ്തു തുടങ്ങി. നാളെ ഉത്സവം കാണാമല്ലോ, ഉത്സവം, രാമനെ അഭിഷേകം ചെയ്യണത്. അഭിഷേകോത്സവത്തിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുക. അപ്പോഴാണ് പിറ്റേ ദിവസം പ്രഭാതമാകുമ്പോൾ എന്താ കേൾക്കണത്? 14 വർഷം വനവാസം. അതാണ്. എന്നാൽ വല്ല വിഷമമുണ്ടായോ? എങ്ങനെയാണോ അഭിഷേകം നടത്താൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചേ, അതേ മനസ്സാണ് അതിനേക്കാൾ കൂടുതൽ സന്തോഷം. രാജാവായിട്ട് പ്രജാരക്ഷണം ചെയ്തിരിക്കുമ്പോൾ ഒരു ഭാരമാണ്, രാജ്യഭാരം എന്നാ പറയാം. അതൊന്നുമില്ല, മുനിമാരെ സേവിച്ചുകൊണ്ട് വനത്തിൽ സുഖമായിട്ട് ജീവിക്കാം. ഏതും സന്തോഷമാവുകയുണ്ടായത്. അതാണ്. ഒരു വിഷമം കൂടാതെ രാജ്യം ഉപേക്ഷിച്ചു. സാധാരണ രാജകുമാരന്മാരെന്ത് ചെയ്യും? രാജ്യം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ആരെ വധിക്കാൻ പോലും മടിക്കില്ല. ഇങ്ങനെയാണ് രാജകുമാരന്മാരുടെ സ്വഭാവം. ഇതങ്ങനെയല്ല, ഒരു വിഷമം കൂടാതെയാണ്. അതാണ് ഗുരുവർത്ഥേ ത്യക്തരാജ്യ. അവതരിച്ച് ഈ കാര്യം പഠിപ്പിക്കാൻ മാത്രമല്ല, വനത്തിലേക്ക് പോകണം, സീതയെ അപഹരിച്ചു കൊണ്ടുപോകണം. രാവണൻ ആ ഒരു കാരണം പറഞ്ഞ് അഹന്താശരഥിർഭൂത്വാ ഹനിഷ്യാമി ദശാനനം, ആ വാക്ക് പാലിക്കണം. ദുഷ്ടന്മാർ പെരുകിയിരിക്കണം, അവരെയൊക്കെ സംഹരിക്കണം, അവരെയൊക്കെ ശിക്ഷിക്കണം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അങ്ങനെയാണ് വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ അഭിഷേകം ചെയ്തിവിടെ രാജകുമാരനായിട്ട് ഇരിക്കാതിരുന്നത്. അങ്ങനെ പോകുന്നു. ഋഷിമാരെല്ലാം അനുഗ്രഹം വാങ്ങിച്ച് അതെല്ലാം കഴിഞ്ഞു കൂടുന്നു. അവസാന ഭാഗമായി. അപ്പോഴാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോലെ ആ ഒരു കാര്യം പറഞ്ഞ് എല്ലാം ആ ഒരു രാക്ഷസന്മാരെ മുഴുവൻ ഇല്ലാതാക്കി. ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാരായിട്ടുള്ള ആളുകൾ രാജ്യം ഭരിക്കുമ്പോഴാണല്ലോ പ്രജകൾക്കെല്ലാം ക്ഷേമം ഉണ്ടാവുക. വിഭീഷണോ വിഷ്ണുഭക്ത, ലോകത്തിന് മുഴുവൻ നന്മ പ്രാർത്ഥിക്കുന്ന ഒരു ഏകാന്ത ഭക്തനാണ് അവിടെ വിഭീഷണൻ. വിഭീഷണന് രാജ്യം കൊടുത്തു. എല്ലാം കഴിഞ്ഞു തിരിച്ചു പോരുന്നു. ശ്രീരാമനെ കൊണ്ടുപോകാനായിട്ട് വരുണ്ട് ഭരതൻ. പക്ഷേ അച്ഛൻ്റെ സങ്കല്പമാണ്, നീ തന്നെ രാജ്യം ഭരിക്കണം, വനവാസമാണ് എന്നോട് കൽപ്പിച്ചേക്കുന്നത്, അതെനിക്ക് നിർവഹിക്കാതെ പറ്റില്ല. വലിയ ആൾക്കാർ എന്ത് പറഞ്ഞോ, ഗുരുക്കന്മാരെന്ത് പറഞ്ഞോ അതൊക്കെ അനുഷ്ഠിച്ചാൽ എല്ലാ നന്മയും വരും, അതുകൊണ്ട് നീ തന്നെ രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞു. പാതുകകൾ എല്ലാം ഊരിക്കൊടുത്ത് പോണു. അപ്പോൾ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞ ദിവസം 14 വർഷം തികയണ അന്ന് വന്നില്ലെങ്കിൽ അന്ന് അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് രാമാരാമാന്ന് ജപിച്ചുകൊണ്ട് അഗ്നിയിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് വേഗം പോകണം, അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയി. വിഭീഷണനൊക്കെ പറഞ്ഞു, ഇവിടെ കുറേ കാലം ജീവിച്ചിട്ട് മതി, എല്ലാം അങ്ങയുടെ അല്ലേ, അതൊക്കെ ശരി, അതൊക്കെ പിന്നെ ആവാം, തൽക്കാലം എനിക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനുജനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് പോരുന്നു. ഇവിടെ വന്നു. വലിയ സന്തോഷമായി. എല്ലാം രാജ്യവും ആ പാതുകളൊക്കെ കൊടുത്ത് രാജ്യവും എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. അത്ര ഐശ്വര്യപൂർണ്ണമായിട്ട് അവിടെ എല്ലാം കഴിഞ്ഞു. അവിടെ അഭിഷേകം എല്ലാം നടക്കണു, പട്ടാഭിഷേകമല്ല. 14 വർഷം മുമ്പ്
ഇവിടെ വിട്ടു പോയതാണ്. അന്ന് അഭിഷേക ഉത്സവത്തിൽ പങ്കെടുക്കാൻ സന്തോഷിച്ചിരിക്കുന്ന ആളല്ല. രാമ 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 എന്ന് ജപിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം. അങ്ങനെ അതിൽ ശരിയായിട്ട് പങ്കെടുത്തു. എല്ലാവരും ഭക്തിയോടുകൂടി രാമനാമങ്ങൾ ഘോഷിച്ചു. പ്രജകൾക്കെല്ലാം വലിയ സന്തോഷം. യാതൊരു കഷ്ടപ്പാടില്ല. ഈതിബാധകൾ, അങ്ങനെ അതിവൃഷ്ടി അനാവൃഷ്ടിയാദികൾ അങ്ങനെ വേണ്ട, യാതൊരു ദോഷമില്ല. ആർക്കും സ്വർഗമൊന്നും വേണ്ട. ഇവിടെ സുഖമില്ലെങ്കിലല്ലേ സ്വർഗത്തിലേക്ക് പോകേണ്ടത്. ഇവിടെ എല്ലാം കഴിഞ്ഞ് എല്ലാ മനോരഥങ്ങളും സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ രാമരാജ്യത്ത് ആളുകൾ ജീവിക്കുക. എന്താ ആളുകൾക്ക് ഈ സന്തോഷം? എല്ലാ ദിക്കിലും ധർമ്മമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇല്ലാതാവരുത് ഒരു ദിക്കിലും. എവിടെയെങ്കിലും ഒരു ധർമ്മം ക്ഷയം വന്നാൽ അവർക്ക് ദുഃഖം വരും. തൻ്റെ പ്രജകൾക്ക് യാതൊരു ദുഃഖം വരരുത്. അങ്ങനെ വിചാരിച്ച് രാജാക്കന്മാർ പതിവുണ്ടല്ലോ, ചാരന്മാരെ പറഞ്ഞയക്കും. എല്ലാ ദിക്കിലും സഞ്ചരിച്ച് എന്തെങ്കിലും ഒരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ, വിഷമമുണ്ടെങ്കിൽ പറയണം, അതില്ലാതാക്കണം എടുക്കും. ഉടനെ തന്നെ അവരൊക്കെ പലക്കിലും പോകണം. രാജാക്കന്മാരും വേഷം മാറി നടക്കാറുണ്ട്. അങ്ങനെ ഗൂഢോ രാത്രിയാ മലക്ഷിത, ശ്രീരാമൻ തന്നെ വേഷം മാറി നടക്കുകയാണ് രാത്രി സമയത്ത്, ആരും അറിയാതെ. അപ്പോഴാണ് ഒരു ഗൃഹത്തിൽ നിന്ന് അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നതായിട്ട് കേട്ടു. അപ്പോൾ അങ്ങനെ സാധാരണ പോലെ അല്ലാണ്ട് അങ്ങനെ രാത്രി സമയത്ത് സംഭാഷണം കേട്ടപ്പോൾ ഇവിടെ എന്തോ ഒരു അധർമ്മമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കണമല്ലോ, ഇല്ലാണ്ടാക്കണം. അതിന് നോക്കിയിട്ട് അവരെ സംഭാഷണം ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ഗൃഹസ്ഥൻ അദ്ദേഹത്തിൻ്റെ പത്നി എവിടെയോ പോയി ഏതാനും ദിവസം കഴിഞ്ഞ് വന്നു. ആ പറഞ്ഞു, നിൻ്റെ സ്വഭാവത്തെ എനിക്ക് വിശ്വാസമില്ല, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അങ്ങയ്ക്ക് പറയാൻ എന്താ അധികാരം? ഒരു വർഷം മുഴുവൻ രാക്ഷസന്മാരുടെ കൂടെ പാർത്ത് സീതയല്ലേ രാമൻ വച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങയ്ക്ക് ഈ ധർമ്മത്തെക്കുറിച്ച് പറയാൻ എന്തധികാരം എന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞെന്താ, ശ്രീരാമൻ തെറ്റ് ചെയ്തു, അതുപോലെ ഞാൻ തെറ്റ് ചെയ്ത് അധപ്പതിക്കാൻ ആഗ്രഹിക്കണില്ല എന്നാണ്. ഇത് കേൾക്കാൻ പറ്റുമോ? ധർമ്മം സ്ഥാപിക്കാൻ വേണ്ട അവതരിച്ച ഭഗവാന് വലിയൊരു ഇരുമ്പ് ഗത കൊണ്ട് ഹൃദയത്തിലടി കൊണ്ട പോലെ ഹൃദയം അങ്ങെടുത്ത് പിളർന്നു. ഇതിപ്പോൾ എത്രയോ ആൾക്ക് അഭിപ്രായം ഉണ്ടാവും. ഇതനുസരിച്ച് എല്ലാവരും വഴിമാറിപ്പോകും, ധർമ്മം വിട്ട് നടക്കും. അപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനെന്ന് താൻ പ്രഖ്യാപിച്ചത് പോയി ആധർമ്മം സ്ഥാപിക്കാൻ വന്ന പോലെയാവും. എങ്ങനെയെങ്കിലും ഇതില്ലാതാക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ പ്രജകൾക്ക് എന്താണ്, വേറെ ഒന്നുമില്ല ശ്രീരാമനെക്കുറിച്ച് പറയാൻ, ഈ മാത്രമേ ഉള്ളൂ തെറ്റായിട്ടുള്ളത്. ഇത് ശരിയായില്ല എന്ന അഭിപ്രായം. അത് വേണ്ട, തനിക്കിപ്പോൾ രാജ്യമൊന്നും വേണ്ട, പ്രജകളെ വേണ്ട പോലെ രക്ഷിക്കണമെന്നേ ഉള്ളൂ. തൻ്റെ അനുജന്മാരുണ്ടല്ലോ, അവരെ വിളിച്ച് പറയാം. എല്ലാവരെയും വിളിച്ചു. നിങ്ങൾ വേണം, രാജ്യം ഭരിക്കാൻ ഒരാൾ വേണം എന്ന് പറയും. എല്ലാവരും എന്ത് പറഞ്ഞാലും നമസ്കരിച്ച് സ്വീകരിക്കുന്ന അനുജന്മാർ പറഞ്ഞു, അയ്യോ മറ്റെന്ത് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കാം, ഇത് മാത്രം ഞങ്ങൾ ചെയ്യില്ല. കാരണം സൂര്യവംശത്തിലെ നിയമമാണ് ഏറ്റവും വലിയ ആൾ രാജ്യം ഭരിക്കുക എന്നുള്ളത്. ആ ധർമ്മതത്വം, ആ ധർമ്മസംഹിതയെ തിരസ്കരിച്ചുകൊണ്ട്, അതിനെ വിട്ടുകൊണ്ട്, അതിലംഘിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇല്ല, മറ്റെന്ത് വേണി പറഞ്ഞോളാൻ പറയും. അപ്പോൾ പ്രജകളെ രക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ എന്ത് വേണം? എങ്ങനെയെങ്കിലും ഈ വംശത്തെ കളങ്കത്തിൽ നിന്ന് രക്ഷിക്കണം. ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. ശ്രീരാമൻ സിംഹാസനത്തിൽ വരുന്നാൽ കുഴപ്പമൊന്നുമില്ല, സീതാസഹിതനായിട്ട് ഇരിക്കാൻ പാടില്ല, സീതയ്ക്ക് ശുദ്ധി പോരാന്നാണ്. എന്നാൽ വംശത്തെ കളങ്കത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരേ ഒരു മാർഗം സീതാപരിത്യാഗം മാത്രമേ ഉള്ളൂ, വേറെ ഒരു വഴിയില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് സീതയെ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴാണ് അങ്ങനെ ഉപേക്ഷിക്കണം. എന്നാൽ സ്നേഹമില്ലാണ്ടാണ്, ക്രൂര മനസ്സോടു കൂടിയാണ് ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ ദുഷ്ട രാക്ഷസന്മാരൊക്കെ നിറഞ്ഞ് ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ് ദണ്ഡകാവനത്തിൽ കൊണ്ട് അപേക്ഷിച്ചു വാന്നല്ലേ കൽപ്പന കൊടുക്കുക. പ്രാപയ്യ വാൽമീകി പദം ത്യജൈനം. ഭഗവാന്റെ ചിന്ത എത്രയോ മറ്റതല്ലേ, വലിയ ചിന്തയല്ലേ. വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുക്ക കൊണ്ട് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഭഗവാനറിയാലോ, വാൽമീകി എടുത്ത് വളർത്തിക്കോളും, വേണ്ട സംരക്ഷണം കൊടുത്തോളും.
പുത്രന്മാരുണ്ടാവും, അവരെ വേണ്ട വിദ്യാഭ്യാസം ചെയ്യലൊക്കെ വാൽമീകി നടത്തിക്കോളും എന്നുള്ള വിശ്വാസത്തോട് ഉപേക്ഷിച്ച് വരാൻ പറഞ്ഞു. ലക്ഷ്മണൻ കൊണ്ടുപോണു, ഉപേക്ഷിക്കുന്നു, പോരുന്നു. അല്ലാതെ കാട്ടിൽ കിടന്ന് അനാഥയായിട്ട് കരയാണ്. വാൽമീകി പുല്ല ചമതയൊക്കെ സംഭരിക്കാനായിട്ട് പോയപ്പോൾ അതിദീനമായ രോദനം കേൾക്കണോ. ചെന്ന് നോക്കുമ്പോൾ പൂർണ്ണ ഗർഭിണി കണ്ണുനീരിൽ കുളിച്ച് കിടക്കുക. മകളേന്നും പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നീ അനാഥയാണോ ഒന്നും വിഷമിക്കണ്ട, അനാഥയൊന്നല്ല നീ. നിൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ ചെന്നുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെയാണോ സംരക്ഷണം അതുപോലെ നിനക്ക് ഇവിടെ ആശ്രമത്തിൽ തരാം, ഇവിടെ താമസിച്ചോളാൻ പറയും. അങ്ങനെയാണ് ആശ്രമത്തിൽ താമസിപ്പിക്കണം. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞു. ലവൻ കുശന് 2 കുട്ടികളുണ്ടാവണം. സൂര്യനെപ്പോലെ തന്നെ തേജസ്സുള്ള ആളുകൾ. അവർക്ക് ശസ്ത്രവും ശാസ്ത്രവും എല്ലാം പഠിപ്പിച്ചു. വാൽമീകി വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്. താനൊരു ഗ്രന്ഥം നിർമ്മിച്ചെന്താ 24,000 ശ്ലോകമായിട്ട്, വേദസാരം 7 കാണ്ഡങ്ങളുള്ള 500 സർഗങ്ങളുള്ള ആദികാവ്യം. ഒരു ഗ്രന്ഥം നിർമ്മിച്ചാൽ അത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട ശിഷ്യന്മാർക്ക് എന്നാലേ നിലനിൽക്കുള്ളൂ. ഇത് ഗ്രന്ഥം വലുതായിപ്പോയി. ഇത് വേണ്ട പോലെ അങ്ങനെ പാടിയാൽ മാത്രം പോരാ, തന്ത്രിയിലയ സമന്വിതം എന്നാണ്. അത് വീണ മീട്ടിക്കൊണ്ട് പാടാൻ പാകത്തിനാണ് നിർമ്മിച്ചേക്കണെന്നാണ്. അപ്പോൾ അത് പഠിക്കാൻ ആൾ വേണ്ടേ? അപ്പോൾ ഓർമ്മ വന്നു, ഈ കുട്ടികളെ പഠിപ്പിക്കാമല്ലോ. ലവകുശന്മാർ ഒറ്റ പ്രാവശ്യം പറഞ്ഞ് ഓർത്താൽ മതി അവർക്ക് ഗ്രഹിക്കാൻ. സകർണികത മാത്രം കൊണ്ട് അവർ ഗ്രഹിക്കും, പിന്നെ മറക്കലില്ല. നല്ല പാടാൻ പാകത്തിന് വീണ മീട്ടിക്കൊണ്ട് അവരെ അങ്ങോട്ട് പഠിപ്പിച്ചു മുഴുവൻ. വലിയ സന്തോഷമായൊരു കൃതാർത്ഥം തോന്നി. കുട്ടികളെ നിങ്ങൾ താല്പര്യമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമെന്നും പറയും. അതിനായിട്ട് പറഞ്ഞയച്ചു. അപ്പോഴാണ് വലിയ അശ്വമേധ യജ്ഞം നടക്കുകയാണ്. ഗോമതി നദി തീരത്ത് സീതയെ അപേക്ഷിച്ചു. പത്നി സമേതനായിട്ട് വേണം യാഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കനകം കൊണ്ട് തന്നെ രത്നം അങ്ങനെ മനോഹരമായിട്ട് ഒരു സീത തന്നെ ഇരിക്കാൻ തോന്നും. അങ്ങനെ സ്വർണം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അങ്ങനെ നടത്തണേ. എത്രയോ 1000 ആളുകൾ വരുന്നു. ധർമ്മോപദേശങ്ങൾ, സത്സംഗങ്ങൾ, ഹോമങ്ങൾ എല്ലാം ഉണ്ട് അവിടെ. അപ്പോഴാണ് ചില ആൾക്കാർ പറഞ്ഞു, 2 മിടുമിടുക്കന്മാരായിട്ടുള്ള 2 കുട്ടികൾ നല്ലൊരു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ടെന്നാണ് കേൾക്കണത്. അവരെ യജ്ഞശാലയിൽ വെച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും കേൾക്കാമല്ലോ, എല്ലാവർക്കും കേൾക്കാമല്ലോ എന്ന്. ഭഗവാൻ എല്ലാം അറിയാമെന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത പോലെ എന്നാൽ അങ്ങനെയുണ്ടോ, എന്നാൽ കൊണ്ടുവരിക അവരെന്നായി. കൊണ്ടുവന്നു. അവരാ മഞ്ചത്തിൽ അങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും 1000കണക്കിന് ആളുകളല്ലേ, ഇവരൊന്ന് കണ്ടാൽ തന്നെ മതി, വലിയ സന്തോഷം. ശ്രീരാമൻ തന്നെ കുറച്ച് ചെറുപ്പമായ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ആളുകൾ പറയണു. അവർ പാടാനങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും സദസ്സങ്ങനെ എല്ലാവരും ആ കരുണരസപ്രധാനമാണല്ലോ, കണ്ണുനീരിൽ കുളിച്ചെല്ലാവരും ആസ്വദിക്കുക. 32 ദിവസമാണ് അവിടെ പാടിയത്. അങ്ങനെയുള്ള പാട്ടാണ് രാമായണം. 32ാമത്തെ ദിവസം കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇത്രയും ഈ യജ്ഞത്തിന് വന്ന ആളിൽ ഇങ്ങനെ ധർമ്മബോധം ഉണ്ടാക്കി ഇത്രയും നല്ലൊരു ഗ്രന്ഥം പാടി കേൾപ്പിച്ചില്ലേ, മറക്കാത്ത രീതിയിൽ. ഇവർക്ക് എന്ത് തന്നെ കൊടുത്താലും മതിയാവില്ല. തൻ്റെ പുത്രന്മാരാണ്, എന്തെന്നെ വലിയ സന്തോഷം. എല്ലാവരെയും പ്രതീതിയായിട്ട് അനേക പട്ട് വസ്ത്രങ്ങളും രത്നാഭരണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഒരുക്കാണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ പ്രതിഫലം വാങ്ങിക്കാനെന്നാണ് ഞങ്ങളുടെ ഗുരു പറഞ്ഞേക്കണേന്നായി. എല്ലാവരും കേൾക്കാൻ പാടുന്നു. ചോദിച്ചു, കുട്ടികളെ ഇത്ര വലിയ ഗുരുനാഥൻ നിങ്ങളെ പഠിപ്പിച്ച ആൾക്കാരാരാന്ന് ചോദിച്ചു. പഠിപ്പിച്ച ആളാരാന്ന് ചോദിച്ചപ്പോൾ തൗ വാൽമീകി മശംസതാം, വാൽമീകിയാണ് ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയും. എന്നാൽ കുട്ടികൾ ചെയ്തില്ല, അവരുടെ പേരിൽ ഗുരുദക്ഷിണ ചെയ്യിക്കണം. അതിനായിട്ട് അവരൊപ്പം പോണു. ദശരഥനെ എങ്ങനെ ബഹുമാനം, അതുപോലെ ചെന്നു പാദത്തിൽ നമസ്കരിച്ചു. ഗുരുദക്ഷിണ ചെയ്യിപ്പിക്കാനായിട്ട് വന്നേക്കുക. കുട്ടികൾ ചെയ്തിട്ടുണ്ടാവില്ലോ. ഇത് അങ്ങയുടെ തന്നെ പുത്രന്മാരാണ്, സീതയെ അപേക്ഷിച്ചില്ലേ, ഇവിടെ താമസിക്കേണ്ട അങ്ങേ ചിന്തിച്ചുകൊണ്ട് രാമാ രാമാന്ന് ജപിച്ചുകൊണ്ട് കാഷായ വേഷധാരിണിയായിട്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഇനി വേറെ ഗുരുദക്ഷിണ ഒന്നും വേണ്ട പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും അവിടുത്തേക്ക് ഇഷ്ടമായിട്ടോ എന്നുള്ളത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതീവ പരിശുദ്ധമായിട്ടുള്ള അങ്ങയുടെ ധർമ്മധാരങ്ങൾ ഇവിടെയുണ്ട്.
രാമാന്ന് ജപിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കേ വേണ്ടൂ. സീത പരിശുദ്ധ. ശ്രീരാം പറഞ്ഞു, സീത പരിശുദ്ധ എന്ന് എനിക്കറിയാം, പക്ഷേ പ്രജകൾ വിശ്വസിക്കണില്ല. അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ സ്വീകരിക്കാം, അവരെ സമ്മതത്തോടു കൂടി എന്ന് പറഞ്ഞപ്പോൾ ശരിയാന്ന് തോന്നി. അന്ന് തിരിച്ചു പോരുന്നു. പിറ്റേ ദിവസം വാൽമീകി പറഞ്ഞു സീതാദേവിയോട്, മകളെ, ഇന്ന് ശ്രീരാമൻ സ്വീകരിക്കും, നമുക്ക് യജ്ഞശാലയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. തൻ്റെ ദുരിതമെല്ലാം തീർന്നുവല്ലോ എന്ന് വിചാരിച്ചു സന്തോഷിക്കണം. യജ്ഞശാലയിലെത്തി. സീതാദേവി തൻ്റെ ശുദ്ധി തെളിയിക്കേണ്ടെന്നറിഞ്ഞ് ആ യജ്ഞശാലയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ സ്ഥലമില്ല, അത്രയ്ക്ക് ആൾക്കാർ തിങ്ങി കൂടിയിരിക്കുക. എല്ലാവരും വന്നപ്പോൾ ശ്രീരാം പറഞ്ഞു വാൽമീകിയുടെ അടുക്കെ, എന്നാൽ പരിശുദ്ധാന്നും തെളിയിക്കട്ടെ ഇത്. അപ്പോഴാണ് സീതാദേവി ചിന്തിക്കുക, തൻ്റെ അച്ഛൻ പോലും തന്നെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചോ, തനിക്ക് ശുദ്ധി പോരാന്ന്. ഏതായാലും ഇനി ഇവിടെ ഇരിക്കാൻ കൊള്ളില്ല. എത്ര കാലം കഴിഞ്ഞാലും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ തന്നെക്കുറിച്ച് ദോഷം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് താൻ പരിശുദ്ധാൻ തെളിയിപ്പിക്കണം. തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല. തെളിയിച്ചില്ലെങ്കിൽ സൂര്യവംശത്തിനൊരു കളങ്കം വരും. താൻ തെറ്റ് ചെയ്തു, തനിക്ക് ശുദ്ധി പോരാന്ന് വിചാരിക്കും. അതുകൊണ്ട് ശരീരോപേക്ഷിക്കുക. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. ഉച്ചത്തിലവിടെ പറഞ്ഞു, ശ്രീരാമൻ്റെ പാദങ്ങൾ മാത്രമേ ഞാൻ സ്മരിച്ചിട്ടുള്ളൂ എന്നുള്ള സത്യമാണെങ്കിൽ, എനിക്ക് ശുദ്ധിയുണ്ടെങ്കിൽ പ്രവേശിക്കാൻ എന്നെ മാർഗം തരൂ അമ്മയെന്നും പറഞ്ഞ് ഭൂമിദേവി വിളിച്ച് അതീവ ദാരുണമായിട്ട് കരയാണ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു മകളുടെ കരച്ചിൽ എത്ര നേരം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? പെട്ടെന്ന് ഇടിമിന്നൽ പോലെ പ്രകാശം കണ്ടു. ഭൂമി പിളർന്ന് ദേവി പ്രത്യക്ഷമായി. മകളേന്നും പറഞ്ഞ് മാറോടണച്ച് അങ്ങോട്ട് കാണാതായി. ആരാധൻ്റെ ധർമ്മപത്നിയെ കൊണ്ടുപോയി ആയുധമെടുത്തു ശ്രീരാമൻ യുദ്ധത്തിനായിട്ട് ഭൂമിയോട്. ഋഷിമാർ പറഞ്ഞു, അങ്ങ് പ്രതിജ്ഞ ചെയ്താണ് ആയുധം തൊടില്ല എന്ന്. യജ്ഞ തുടങ്ങാറായപ്പോൾ ആയുധം താഴെ വയ്ക്കുമെന്ന് പറഞ്ഞ് ആയുധം താഴെ വെച്ച് പിന്നെ യജ്ഞമൊക്കെ പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് അവസാനം വരെ സീത ഉപേക്ഷിക്കേണ്ടി വന്നുല്ലോ. നിഴൽ പോലെ തന്നെ പിന്തുടർന്ന് എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് ഇങ്ങനെ പതിവ്രതാരത്നത്തെ ഉപേക്ഷിക്കേണ്ടി വന്നുല്ലോ എന്ന് ചിന്തിച്ച് ആ കണ്ണുനീര് പറ്റിയില്ല എന്നും കണ്ണുനീരോടുകൂടി അറിഞ്ഞു. ഇതിന് ലവകുശന്മാരുണ്ട്. കുശനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ മഹാപ്രസ്ഥാനമായിട്ട് അവതാര കൃത്യം കഴിഞ്ഞ് ഒരു രംഗത്തിൽ നിന്ന് നടൻ അങ്ങോട്ട് തിരിച്ചു പോണ പോലെ ശരീരം അങ്ങോട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. അത് കേട്ടപ്പോഴേക്കും മഹാപ്രസ്ഥാനമായിട്ട് എല്ലാവരും കുട്ടികളെ രാജ്യഭാരവും കാര്യങ്ങളെ ഏൽപ്പിക്കേണ്ടതൊക്കെ ഏൽപ്പിച്ച് രാമനോടൊപ്പം പോവാൻ രാമ എന്ന് ജപിച്ച് വേദഘോഷങ്ങളും ഹരേ രാമ ജപങ്ങളും ഒക്കെ ആയിട്ട് വലിയ കൊട്ടും ഘോഷമായിട്ട് എല്ലാവരും അങ്ങോട്ട് നടക്കുകയാണ്. ആറാട്ടിന് പോണ പോലെ സരയൂ നദിയുടെ തീരത്ത്. അപ്പോഴേക്ക് ആകാശമാർഗം മുഴുവൻ ദേവന്മാർ നിറഞ്ഞു. എങ്ങനെയാണ് ഇത്രയും ആളുകൾ പിന്തുടരുമ്പോൾ അവരെ മുഴുവൻ എങ്ങനെ അനുഗ്രഹിക്കും എന്ന് കാണാനായിട്ട് ദേവന്മാർ മുഴുവൻ ആകാശമാർഗത്തിൽ. അപ്പോഴാണ് എല്ലാവരും സരയൂ നദിയിലേക്ക് ഇറങ്ങി രാമ എന്ന് വിളിച്ചുകൊണ്ട് അതിൽ മുങ്ങിയത് സരയൂ നദിയിലാണെങ്കിലും എല്ലാവരും ഉയർന്നത് ആ ഭഗവാന്റെ ലോകത്താണ്. പരീക്ഷിത്തെ ഇങ്ങനെ എല്ലാവർക്കും മുക്തി കൊടുത്തുകൊണ്ടാണ് ഭഗവാന്റെ അത്ഭുത ലീലകളുണ്ടായത്. എത്രയോ ആൾക്കാർ പാടി അങ്ങ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഏതാണ്ട് വാക്കുകളെ കൊണ്ടൊന്ന് അനുസ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കാമെന്ന് പറഞ്ഞ് ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ നമാമ്യഹം എന്ന് നമസ്കരിച്ചുകൊണ്ട് അവിടെ സമർപ്പിച്ചു. ഏതാനും വാക്കുകളെ കൊണ്ട് ഭഗവാനെ അനുസ്മരിച്ചു. വലിയ ആൾക്കാർ എവിടെയെങ്കിലും ഇരുന്ന് കുറേ കാലം തപസ് ചെയ്തു ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പുണ്യസ്ഥലമാവും. അങ്ങനെയുള്ള ദിക്കിലാണ് ക്ഷേത്രങ്ങൾ, പുണ്യവൃക്ഷങ്ങൾ, പുണ്യസങ്കേതങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് വലിയൊരു കുറേ കാലം അങ്ങനെ ഒരു തപസ് ചെയ്യുന്ന പോലെ തന്നെ ഭഗവാനെ ഉപാസിച്ച കാരണം ഒരു പുണ്യസങ്കേതമായി നമുക്കൊക്കെ ഇതിൽ കേൾക്കാൻ വലിയ സൗകര്യമായിട്ട് തീർന്നു. അവരെല്ലാം തന്നെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ പുഷ്പാഞ്ജലി പോലെ സമർപ്പിക്കുകയാണ്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ
സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. മള്ളിയൂർ തിരുമേനിയുടെ 105-ാം ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത